അപ്പച്ചിയുടെ വാവക്കുട്ടി എവിടെ? ഓ അച്ചൂടാ, ചാച്ചിറങ്ങാണോടാ സുന്ദരി. അച്ചോ, നീ വന്നോ മഞ്ജു? രാവിലെ സുന്ദരിക്കുട്ടി കുളിപ്പിച്ചോ? ഹോം നേഴ്സ് വരുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യമായ പണിയൊന്നുമില്ല. എല്ലാം ലേഖ തന്നെയാ ചെയ്യുന്നത്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ലേഖ തന്നെയാ. കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ ലേഖിച്ചിക്ക് പരിചയമുണ്ടോ? അത് പിന്നെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കണം, കുഞ്ഞിനെ എങ്ങനെ നോക്കണം, എന്തൊക്കെ ഭക്ഷണം ഏതേത് ഘട്ടങ്ങളിലൊക്കെ കൊടുക്കണം, ഇതെല്ലാം ലേഖ പഠിച്ച് മനപ്പാടമാക്കി വെച്ചിരിക്കുക. എന്നുവെച്ചാ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു 5 വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിട്ട്. അതിനുശേഷം എനിക്കല്ലെങ്കിലും ഒരു കുഞ്ഞ് പറക്കുന്നത്. നിനക്കറിയാലോ മഞ്ജു, ഞങ്ങള് നാട്ടിൽ വരുമ്പോഴെല്ലാം കണ്ണേട്ടൻ പറയാറുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ. അന്നതിന് സമ്മതിക്കാതിരുന്നത് ഞാനാ. അതുകൊണ്ട് ഇപ്പൊ പ്രയോജനം ഉണ്ടായില്ലേ. മഹി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് തന്നെ വെച്ച് തന്നില്ലേ. മോൾക്കിപ്പോ ഞങ്ങള് 2 അമ്മമാരാണല്ലോ. അല്ല, നിനക്കെങ്ങനെയുണ്ട് മഞ്ജു? സുഖല്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ സാഗരേട്ടൻ പഴയ ആളൊന്നും അല്ല എടുത്തി, എന്റെ പിന്നാലെ തന്നെയുണ്ട് ഏത് നേരവും. ആ, സാഗറിനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കൊണ്ടുവരണമെന്ന് കണ്ണേട്ടൻ തീരുമാനിച്ചിരിക്കുക. തോമസ് സാർ ഒന്ന് സമ്മതം മൂളിയാ മതി. നിനക്ക് കൂട്ടായിട്ട് അവിടെയും സാഗർ ഉണ്ടാവും. അങ്ങനെ സാഗരേട്ടനും കൂടെ എനിക്കൊപ്പം വന്നാ എന്റെ വീട്ടില് ചിലരെയൊക്കെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് എന്റെ ചെറിയേട്ടനെ. അവൻ വേണ്ടാത്ത പണി കാണിച്ചതുകൊണ്ടാ അവന് മാസാമാസം കിട്ടുന്ന ശമ്പളം പോലും നഷ്ടപ്പെട്ടത്. എങ്കിലും ഇപ്പൊ കണ്ണേട്ടൻ തന്നെ വീട് നോക്കുന്നത് കൊണ്ട് ചെലവൊന്നുമില്ല പ്രത്യേകിച്ച്. അതും കൂടി ഇല്ലാതാവും ഇനി അവൻ പഴയപടി നടന്നോ. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് ഏട്ടത്തെ. ഏട്ടത്തെയും കൂടെ ബോൾഡായിട്ട് നിന്നു കഴിഞ്ഞാ കണ്ണേട്ടൻ പിന്നെ മറിച്ച് ചിന്തിക്കില്ല. ഉണ്ണിക്കേ, അവന് വേണ്ടി ഏട്ടനും ഏട്ടത്തെയും മാറ്റി വെച്ചിരിക്കുന്ന വിഹിതം മാത്രം പോരാ, മൊത്തം അവന് ഒറ്റയ്ക്ക് വിഴുങ്ങണം. അതുകൊണ്ടാ കൊടുക്കുന്നതിലൊന്നും അവന് തൃപ്തി വരാത്തത്. കുഞ്ഞൊന്ന് നടന്നു തുടങ്ങുന്നത് വരെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കണ്ണേട്ടന്റെ കുടുംബത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്ന്. കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ചേച്ചിക്ക് ഒരു താല്പര്യമില്ല അല്ലേ? സാരമില്ല ചേച്ചി, ഏട്ടനും ഏട്ടത്തെയും ഫിനാൻസിലേക്ക് പോയി കഴിഞ്ഞാലേ ചേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ടേ 2 ആളും പോവും. അതൊക്കെ ഞങ്ങള് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാ. ലേഖയും അനന്തവേട്ടനും കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹിച്ച അവരുടെ മുന്നിൽ അപ്പ കുഞ്ഞുണ്ടാവും. അല്ല, മോള് ഒരുക്കണ്ടേ? ആ വേണം വേണം, ഉടുപ്പിട്ട് ഇങ്ങോട്ട് കിടത്തിയതേ ഉള്ളൂ. ഉറക്കായതുകൊണ്ട് ഒരുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മഞ്ജു എടുത്തോ, ഇനി കുഞ്ഞിനെ എടുക്കാനൊക്കെ പഠിക്കണ്ടേ. ഓ